ഹായ് എവ്രി വൺ, വെൽക്കം ടു മെഡി പ്രിസിഷൻ. ഞാൻ ഡോക്ടർ സഞ്ജന VB. നമുക്കിന്ന് ഉലുവയെ കുറിച്ച് പറയാം. ഉലുവ അഥവാ ഫെനുഗ്രീക്ക്. ഫെനുഗ്രീക്കിന് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനുള്ള കഴിവ് തന്നെയാണ്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പിന്നെ മുലപ്പാലില്ലാത്ത സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാൻ ഉലുവയ്ക്ക് കഴിയുമെന്നാണ് ശാസ്ത്രപഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൂടാതെ ഉലുവയ്ക്ക് പീരിയഡ് സംബന്ധമായിട്ടുള്ള വേദന കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് ഉലുവയ്ക്ക് ഉണ്ട്. വർദ്ധിപ്പിക്കുവാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ടെന്ന് ഒരു പഠനവും വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന് നമ്മൾ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഉള്ള റോളിനേക്കാൾ അപ്പുറം മസിൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള കഴിവുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും പ്രായമാകുമ്പോൾ മസിൽ സ്ട്രെങ്ത് കുറഞ്ഞു തുടങ്ങും. 40കളിൽ ശക്തി ക്ഷയിച്ചു തുടങ്ങും. അപ്പൊ അത് 70-ലും 80-ലൊക്കെ എത്തുമ്പോൾ ഒരുപാട് താഴും. അപ്പൊ ഉലുവയ്ക്ക് മസിൽ സ്ട്രെങ്ത് കൂട്ടിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഒരു പഠനം കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വിത്താണ്, ഒരു ഫെനുഗ്രീക്ക് സീഡ്സ് എന്നാണ് പറയാ. ആ വിത്താണ് ഉലുവ. അവയ്ക്ക് കുറച്ചുകൂടെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ന്യൂറോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി ഒബേസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കുവാനും ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. ജനറലി ഫാറ്റ് ബേൺ ചെയ്യുവാൻ സഹായിക്കുന്നുണ്ട്, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുവാൻ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആര് ഉലുവ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഡയബറ്റീസിന് പല ലെവൽസ് ഉണ്ട്. പ്രീ ഡയബറ്റീസ് മുതൽക്ക് ഇൻസുലിൻ ഡെയിലി ഇഞ്ചക്ഷൻസ് എടുക്കേണ്ട ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അതെല്ലാം ഡോക്ടറോട് ചോദിച്ച് ചെയ്യണം. കാരണം ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ്, തുടക്കക്കാരല്ല, ഇൻസുലിൻ എടുക്കുന്നവരും ഇതിന് ഷുഗറിന് ഒരുപാട് ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം പെട്ടെന്ന് ഷുഗർ താഴ്ന്നു പോയാലും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അല്ലാത്ത എല്ലാവർക്കും ഉലുവ ഒരു മിതമായ അളവിൽ ഒരു പിടി ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ സാധാരണ കറിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉലുവയുടെ പോറിഡ്ജ് അഥവാ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഇതൊന്നും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇടയ്ക്കിടെ ഫ്രീക്വന്റ്ലി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. കൊളസ്ട്രോൾ കുറയ്ക്കുവാനും അതുപോലെ ഡയബറ്റീസ് കുറയ്ക്കുവാനും വണ്ണം കുറയ്ക്കുവാനും, അപ്പോൾ തന്നെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു ഫുഡും നമ്മൾ ഡെയിലി ഒരേ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഭക്ഷണം മാറ്റിയിട്ട് കഴിക്കുക. കാരണം ഒരേ സാധനം ആകുമ്പോൾ നമുക്ക് അതിലുള്ള ന്യൂട്രിയൻസ് ആണെങ്കിൽ അധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിശ്ചിത അളവിൽ കഴിക്കാം. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.